സീസൺ ഏതായാലും സൗന്ദര്യം അല്പം പോലും ചോർന്നു പോകാത്ത മനോഹരമായ ഭൂമികയാണ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലുള്ള പഹൽഗാം. 2200 മീറ്റർ ഉയരത്തിൽ ലിഡർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ സ്വപ്നലോകമായ ആ ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ യാത്ര. ഹായ് എവരിവൺ, എല്ലാ സഞ്ചാരപ്രിയർക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. പഹൽ എന്നാൽ ആടുകൾ എന്നും ഗാം എന്നാൽ വാസസ്ഥലം എന്നുമാണ് അർത്ഥം. പേര് സൂചിപ്പിക്കുന്ന പോലെ ആടുകളുടെയും ആട്ടിടയന്മാരുടെയും താഴ്വരയാണ് പഹൽഗാം. ശ്രീനഗറിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പർവ്വതനിരകൾ, താഴ്വരകൾ, നീർച്ചാലുകൾ എന്നിവയുടെ സംഗമ സ്ഥലമാണ്. പഹൽഗാമിലേക്കുള്ള റോഡ് ട്രിപ്പ് അത്യന്തം മനോഹരമാണ്. ഇടവേളകളിൽ മഞ്ഞണിഞ്ഞ അതിഗംഭീര പർവ്വതങ്ങൾ, ഹരിതാപമായ കൃഷിഭൂമികൾ, പഹൽഗാമിന്റെ ജീവനാഡിയായ ലിഡർ നദി എന്നിവ കാണാം. ഇതിലെ വെള്ളം ശുദ്ധവും തണുപ്പുള്ളതുമാണ്. മാർച്ച് ആദ്യ വാരത്തിലാണ് ഞങ്ങളുടെ യാത്ര. പോകുന്ന വഴിയിൽ നിറയെ ആപ്പിൾ തോട്ടങ്ങൾ. മഞ്ഞുകാലമായതിനാൽ ഒരില പോലും തളിർത്തിട്ടില്ല. വഴിയോരത്ത് കണ്ട ഒരു പെട്ടിക്കടയിൽ കയറി ആപ്പിൾ ലൈവായി അരപ്പിച്ച് ഫ്രഷ് ജ്യൂസ് കുടിച്ചു. നല്ല മധുരം. പഹൽഗാമിനോട് അടുക്കുംതോറും കാലാവസ്ഥയും കാഴ്ചകളും മാറി മാറി വരുന്നു. നിരവധി ബോളിവുഡ് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ശാന്തതയും പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യവും മനസ്സിനെ ഹഠാത് ആകർഷിക്കും. പഹൽഗാമിൽ നിരവധി താഴ്വരകളുണ്ട്. ഷൂട്ട് ചെയ്ത സിനിമകളുടെ പേരിലാണ് പല താഴ്വരകളും സ്ഥലങ്ങളും അറിയപ്പെടുന്നത് തന്നെ. കാശ്മീർ വാലി, ബെറ്റാബ് വാലി, ആറു വാലി, മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിപ്പേരുള്ള ബൈസരൻ വാലി, അമർനാഥ് ഗുഹയിലേക്കുള്ള കാൽനടയാത്ര തുടങ്ങുന്ന ചന്ദൻ വാലി തുടങ്ങി പല താഴ്വരകളാണ് ലിഡർ നദിക്ക് സമാന്തരമായി സന്ദർശകരെ കാത്തിരിക്കുന്നത്. അമർനാഥ് തീർത്ഥാടകർ യാത്ര തുടങ്ങുന്ന സ്ഥലം കൂടിയാണ് പഹൽഗാം. പോണിക്കാർ നിയന്ത്രിക്കുന്ന ഇവിടേക്ക് ലോക്കൽ ടാക്സികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ പ്രവേശനം അനുവദിക്കും. പഹൽഗാമിലെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് പോണി റൈഡിംഗ്. ബെറ്റാബ് വാലി, ആറു വാലി, ചന്ദൻ വാലി എന്നീ താഴ്വരകളിലേക്ക് കുതിരപ്പുറത്തുള്ള പ്രയാണമാണ് കൂടുതൽ ആവേശകരം. പഹൽഗാം പ്രകൃതിയുടെ ഒരു പ്രതിരൂപമാണ്. ആധുനിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടെ ശാന്തതയുടെ മടിത്തട്ടിൽ ഒരു വിശ്രമം ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് ഉത്തമമാണിവിടം. പഹൽഗാം ഒരു ലക്ഷ്യസ്ഥാനം മാത്രമല്ല, മറിച്ച് ഒരു ഭാവനാ ലോകമാണ്. ഇവിടെ പ്രകൃതി എഴുതുന്ന കവിതകൾക്ക് ഒരു അവസാനവുമില്ല. പഹൽഗാം സന്ദർശിക്കുമ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുക. കുടിവെള്ളവും അല്പം ഭക്ഷണവും കരുതിയാൽ നന്ന്. ട്രെക്കിങ്ങിനും കുതിരസവാരിക്കും തയ്യാറാവുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പഹൽഗാം കാണണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.
Thank you.